ബിഗ് ബോസ് മലയാളം സീസൺ 7 10 ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇതാ ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരം തന്നെ ഓരോ മണിക്കൂറിലും കാണാൻ സാധിക്കും തോന്നിപ്പിക്കുന്നു. കാരണം അത്രയ്ക്കും അതിശക്തരായിട്ടുള്ള 8 മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേറ്റ് വന്നിരിക്കുന്നത്. നിലവിൽ ആദ്യ മണിക്കൂറുകൾ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആദ്യ അരമണിക്കൂറിൽ ആരൊക്കെയാണ് വോട്ടിംഗ് വൻ കുറിപ്പ് നടത്തിയിരിക്കുന്നത്, ആരൊക്കെയാണ് വോട്ടിംഗ് തകർച്ച ആദ്യ മണിക്കൂറുകളിൽ നേരിടുന്നതൊക്കെ നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 8 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ ആദ്യ മണിക്കൂറിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന അനീഷേട്ടനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അനീഷേട്ടന് ആദ്യ മണിക്കൂറുകളിൽ തന്നെ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന അനുമോളാണ്. ഷാനവാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അനുമോൾക്ക് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ 3ാം സ്ഥാനത്താണ് ഷാനവാസിക്കാരെ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇവർ 3 പേരും ടോപ്പ് 3 പൊസിഷനിൽ തന്നെ വരാൻ സാധ്യതയുള്ളവരാണ്. നിലവിൽ വോട്ടിംഗ് 4ാം സ്ഥാനത്ത് ലക്ഷ്മിയുടെ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ലക്ഷ്മിക്ക് ഇത്രയധികം സപ്പോർട്ട് ആദ്യ മണിക്കൂറിൽ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നു നോക്കി പോവുകയാണ്. നിലവിൽ 5ാം സ്ഥാനത്ത് ആദ്യ അരമണിക്കൂർ പിന്നിടുമ്പോൾ അക്ബറിനെയാണ് കാണാൻ സാധിക്കുന്നത്. അക്ബറിന് അത്യാവശ്യം ഭേദപ്പെട്ട വോട്ടുകളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ 6ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് ഈ ആഴ്ച പോകുന്ന നെവിനെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ആഴ്ച നെവിൻ സേഫ് ആവുമോ അല്ലെങ്കിൽ എവിക്റ്റ് ആവുമെന്ന് കണ്ടുവരറിയാം. 7ാം പൊസിഷനിൽ സാബുമോനെയാണ് കാണാൻ സാധിക്കുന്നത്. വോട്ടിംഗ് തുടങ്ങിയ സമയത്ത് സാബുമോൻ വോട്ടിംഗ് തകർച്ചയുണ്ട്. ഒരുപക്ഷെ വരും മണിക്കൂർ അട്ടിമറികൾ സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കത്തില്ല. ഏറ്റവും ഒടുവിൽ 8ാം സ്ഥാനത്ത് ബിന്നിനെയാണ് കാണാൻ സാധിക്കുന്നത്. ബിന്നിക്കാണ് നിലവിൽ വോട്ടിംഗ് തകർച്ച. രഫ്യൂ ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ ജിസൈൻ്റെ എവിക്ഷനൊക്കെ അതുപോലെയായിരുന്നു. കാരണം അൺഒഫീഷ്യൽ വോട്ടിംഗ് പോളുകളിലെല്ലാം തന്നെ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കിയ കണ്ടസ്റ്റൻ്റായിരുന്നു ജിസൈന്. എന്തൊക്കെയാണ് കാത്തിരിക്കാം ഒരു മണിക്കൂറിൽ നിർണായകമായിട്ട് മാറുന്ന വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി ആരാണ് മികച്ച ഗെയിം കളിക്കുന്നത് അവർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.